നമസ്കാരം. 8ാം ക്ലാസ്സിലെ മക്കളെ, നമ്മളിതാ സംസ്കൃതത്തിൻ്റെ ഏകകം ആദർശകം എന്ന് പറയുന്ന 4ാമത്തെ അവസാനത്തെ യൂണിറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണ് എന്ന് വിചാരിക്കുന്നു. നമ്മളിതാ ഏകകം തുടങ്ങുകയാണ്, ആമുഖം വായിക്കുകയാണ്. ആദർശകം എന്നാണ് ഇതിൻ്റെ പേരിട്ടിരിക്കുന്നത്. ആമുഖത്തിൽ എന്താ പറയുന്നത് നോക്കിയേ. സംസ്കൃത പാഠ്യപുസ്തകസ്യ ചതുർത്ഥം ഏകകം ഭവതി ആദർശകം. അപ്പോൾ നമ്മുടെ സംസ്കൃത ടെക്സ്റ്റ് ബുക്കിലെ 4ാമത്തെ യൂണിറ്റാണ് ആദർശകം. ഏകകേസ്മിൻ ജീവിത വിഷയ സംബന്ധിനൗ ദ്വൗ പാഠൗ സമാകലിതൗ സ്തഃ. ഇതിൽ ജീവിത വിഷയവുമായി സംബന്ധിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള, നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന 2 പാഠങ്ങളാണ് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. മാനവഗുണാനാം പ്രാധാന്യം ബോധയൻ ക്രിസ്തുഭാഗവതാത് ഉദ്ധൃതഃ നികടസ്ഥഃ കഃ. മനുഷ്യന്മാരുടെ ഗുണങ്ങളൊക്കെ പറയുന്ന ക്രിസ്തു ഭാഗവതം എന്ന് പറയുന്ന കൃതിയിൽ നിന്നെടുത്ത നികടസ്ഥഃ കഃ, ആരാണ് അയൽവാസി എന്ന ഒരു പാഠവും, പിന്നെ നീതിബോധകാനാം ചതുർണ സുഭാഷിതാനാം സമാഹാരരൂപഃ അഹന്യഹനി ബോധവ്യം ഇതി പാഠശ്ച. 4 സുഭാഷിതങ്ങളടങ്ങിയ അഹന്യഹനി ബോധവ്യം എന്ന് പറയുന്ന ഒരു പാഠം. ഇങ്ങനെ 2 പാഠാണുള്ളത്. ഏതയോഹോ പാഠഭാഗയോഹോ അധ്യയനേന അസ്മാസു മാനവിക ഗുണാൻ പോഷയിതും ശക്നുമഃ. അപ്പോൾ ഈ 2 പാഠം പഠിക്കുമ്പോൾ നമ്മളുടെ മാനവികത, നമ്മുടെ മനുഷ്യത്വം, നമ്മുടെ ഹ്യൂമാനിറ്റേറിയൻ മൂല്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ മാനുഷിക മൂല്യങ്ങൾ വളർത്താൻ ഈ പാഠങ്ങൾ ഉപകരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ സംസ്കൃത പാഠപുസ്തകത്തിലെ 4ാമത്തെ ഏകകമാണ് ആദർശകം. ഈ ഏകകത്തിൽ ജീവിതവുമായി ബന്ധപ്പെട്ട 2 പാഠങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ഗുണങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന നികടസ്ഥഃ കഃ എന്ന് പറയുന്ന പാഠവും, നീതി പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന 4 സുഭാഷിതങ്ങളുടെ സമാഹാരമായ അഹന്യഹനി ബോധവ്യം എന്ന പാഠം. ഇവയാണ് ഇതിൽ നമുക്ക് 2 പാഠഭാഗങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നികടസ്ഥഃ കഃ, ആരാണ് അയൽവാസി? സമീപസ്ഥൻ ആരാണ്? നികടം എന്ന് പറയുമ്പം നമ്മുടെ അരികിലുള്ളവൻ, സമീപത്തിൽ ഉള്ളവൻ, നമ്മുടെ അയൽപ്പക്കത്തുള്ളവൻ അല്ലേ. അപ്പോൾ അയൽപ്പക്കം എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്താണ്. ത്വം ആത്മനി ഇവ നികടസ്ഥേച്ച. നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ നമ്മുടെ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ നികടസ്ഥനായിട്ടുള്ള സമീപസ്ഥനായിട്ടുള്ളവനെയും സ്നേഹിക്കുക എന്ന വാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. കസ്യ വചനം ഭവതീതം. ഇത് ആരുടെ വാക്യമാണ്? ഇത് യേശുദേവസ്യ കില. ഇത് യേശുദേവൻ്റെ വാക്യമാണ്. തസ്യ ജീവനകഥാം ഭവന്തഃ ജാനന്തി ഏവ. അദ്ദേഹത്തിൻ്റെ ജീവിതകഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആമുഖം നോക്കുക. സംസ്കൃത സാഹിത്യെ കേരളസ്യ യോഗദാനം മഹദസ്തി. സംസ്കൃത സാഹിത്യത്തിൽ കേരളം ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുണ്ട്. കേരളീയ സംസ്കൃത കാവ്യേഷു പ്രൊഫസർ PC ദേവസ്യ മഹാശയസ്യ ക്രിസ്തുഭാഗവതം നാമ മഹാകാവ്യം നിതരാം വിരാജതെ. പ്രൊഫസർ PV ദേവസ്യ എന്ന് പറയുന്ന ആൾ എഴുതിയ ക്രിസ്തുഭാഗവതം സംസ്കൃത സാഹിത്യത്തിലുള്ള കേരളത്തിൻ്റെ ഒരു ഡൊണേഷനാണ്. അത് വളരെ ഫേമസ് ആണ്. ഇത് 1977 പ്രകാശിപ്പിക്കപ്പെട്ടത്. ഈ മഹാകാവ്യത്തിൽ യേശുദേവസ്യ സമ്പൂർണ്ണം ചരിതം ഉപവർണ്ണ്യത. യേശുദേവൻ്റെ സമ്പൂർണ്ണ ചരിത്രം ഇതിനകത്ത് വർണ്ണിച്ചിട്ടുണ്ട്. ഈ കാവ്യമിതം 1980 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്താൽ സമാദൃതമായി. മനുഷ്യജീവനെ ജാതി ധർമ്മലിംഗ ഗോത്ര കുലാപേക്ഷയ ആർദ്രതായ പ്രാധാന്യം അസ്തി. ക്രിസ്തുഭാഗവത മഹാകാവ്യസ്യ ഏകവിംശേ സർഗേ പരാമൃഷ്ടം താദൃശീമേകാം കഥാം പഠാമഃ. അപ്പോൾ ക്രിസ്തുഭാഗവതത്തിൽ ഉള്ള ഒരു കഥയാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ മനുഷ്യജീവിതത്തിൽ നമ്മൾ എല്ലാം അല്ലേ, ജാതിയും പിന്നെ ധർമ്മവും ലിംഗവും ഒക്കെ ഉണ്ടെങ്കിലും, ഗോത്രവും കുലവും ഒക്കെ ഉണ്ടെങ്കിലും, നമ്മൾ അതിൽ നിന്നൊക്കെ മുകളിലുള്ള മാനവികതയാണ് ഉയർത്തിപ്പിടിക്കുക. അതുകൊണ്ടാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നത് അല്ലേ? ശരിയല്ലേ? ഇപ്പോൾ ഞാൻ ഒരു മതത്തിൽപ്പെട്ട ആളാണ്, എൻ്റെ അയൽവാസി വേറെ മതത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ ഞാൻ എൻ്റെ മതക്കാരെ മാത്രമേ സ്നേഹിക്കുള്ളൂ
അങ്ങനെ ചില ആൾക്കാരുണ്ടാവും അല്ലേ, എൻ്റെ മതം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഈ മതത്തിലുള്ള അത് വേറെ കൂട്ടരാണെന്ന് പറയും. അങ്ങനെ ഒന്നും ഇല്ല അല്ലേ. യേശുദേവൻ എന്താ പറയുന്നത്, നിന്നെപ്പോലെ ഞാൻ എങ്ങനെയാണോ എന്നെ സ്നേഹിക്കുന്നത് അതുപോലെ എൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അവർ വേറെ മതക്കാരാണെന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്താനൊന്നും പാടില്ല. മനുഷ്യൻ എന്ന് പറയുമ്പം അവൻ ജാതിക്കും മതത്തിനും ലിംഗത്തിനും ഗോത്രത്തിനും കുലത്തിനും ഒക്കെ അതീതൻ, അതിനൊക്കെ മുകളിലുള്ളവനാണ്. മനുഷ്യത്വം എന്ന് പറയുന്നൊരു അല്ല, അവനും മനുഷ്യൻ നമ്മളും മനുഷ്യൻ. അപ്പോൾ സംസ്കൃത സാഹിത്യത്തിന് അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, വായിച്ചു നോക്കുക. സംസ്കൃത സാഹിത്യത്തിന് കേരളം വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്തു ഭാഗവതം എഴുതിയതാരാണ്? പ്രൊഫസർ PC ദേവസ്യ കേട്ടോ. PC ദേവസ്യയാണ് ക്രിസ്തു ഭാഗവതം എഴുതിയത്. ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ക്രിസ്തു ഭാഗവതം എഴുതിയതാരാണ്? സാഹിത്യ അക്കാദമി പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയ വർഷമൊക്കെ നോക്കി വെക്കുക. അപ്പോൾ നമ്മൾ ആർദ്രതയ്ക്കാണ്, കരുണയ്ക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് യേശു കരുണയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏകദാ ഒരിക്കൽ ശ്രീ യേശുദേവം പ്രതി കശ്ചന നിയമനിപുണഃ അപൃച്ഛത് കഹ മമ നികടസ്ഥഃ ഇതി. ഒരു ദിവസം യേശുദേവനോട് നിയമം ഒക്കെ പഠിച്ചിട്ടുള്ള ഒരാൾ ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? എൻ്റെ അയൽക്കാരൻ ആരാണ്? നിങ്ങൾ പറഞ്ഞല്ലോ നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന്. അപ്പോൾ എൻ്റെ അയൽക്കാരൻ ശരിക്കും ആരാണ്? തച്ഛ്രുത്വ ക്രിസ്തുദേവ കഥാരൂപേണ തസ്യ സമാധാനം അവദത്. അത് കേട്ടപ്പോൾ ക്രിസ്തുദേവൻ എന്ത് ചെയ്തു? ഒരു കഥ പറഞ്ഞു. എങ്ങനെയാണത് പറയുന്നത്? യൂദാഗോത്രജഃ കശ്ചിത് കാര്യചോദിതഃ സൻ യെരുശലേം നഗരീതഃ യേരീഹു നഗരം പ്രസ്ഥിതവാൻ. എന്താണ്? യൂദാഗോത്രജഃ, യൂദ എന്ന് പറയുന്ന ജൂത വർഗത്തിൽപ്പെട്ട ഒരാൾ കാര്യചോദിതഃ, ഒരു ആവശ്യത്തിനായിട്ട് യെരുശലേം നഗരത്തിൽ നിന്ന് യെറിഹോ നഗരത്തിലേക്ക് യാത്ര തിരിച്ചു. വനരാജിഭിഹി ദുർഗമം വന്യജന്തുഭിഹി ഭയാനകം തസ്കരബാധിതം ച തം മാർഗം അവലംബ്യ സഹഗതവാൻ. അപ്പോൾ ഈ യെരുശലേമിൽ നിന്ന് യെറിഹോയിലേക്ക് പോകുന്ന യാത്ര എങ്ങനെയാണ്? വളരെ കുഴപ്പം പിടിച്ചതാണ്, വളരെ അപകടം പിടിച്ചതാണ്. അപ്പോൾ യെറിഹോയിലേക്ക് പോകുമ്പം അവിടെ എന്തൊക്കെയുണ്ട്? അവൻ പോയ വഴി കാടുകളാൽ ദുർഘടമായിരുന്നു. ഫുൾ ഫോറസ്റ്റ് ആണല്ലേ. പിന്നെയോ കാടാവുമ്പോൾ ആരുണ്ടാവും? കാട്ടുമൃഗങ്ങളുണ്ടാവും. കാട്ടുമൃഗങ്ങൾ കാരണം ഭയങ്കരമായതും. പിന്നെ ആരുണ്ടാവും? കള്ളന്മാരുണ്ടാവും. കള്ളന്മാർ നിറഞ്ഞതുമായിരുന്നു. അത്തരം അപകടം പിടിച്ച മാർഗത്തിൽ കൂടെയായിരുന്നു അവൻ്റെ യാത്ര. മധ്യേ മാർഗം സഹസാ തസ്കരൈഹി പരിവേഷ്ടിതോ അഭവത്. അപ്പം പോകുന്ന വഴിയിൽ അവൻ എന്ത് ചെയ്തു? വഴിമധ്യേ എന്ത് ചെയ്തു? കള്ളന്മാർ അവനെ ചുറ്റിപ്പറ്റി. സംഭീതഃ സഹ പ്രാണരക്ഷാർത്ഥം ദീനം രോദുത. അപ്പോൾ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ പേടിച്ചിട്ട് അവൻ പേടിച്ചെന്ത് ചെയ്തു? എന്നെ രക്ഷിക്കണേ, എന്നെ കള്ളന്മാർ പിടിക്കാൻ പോകുന്നേ എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കരഞ്ഞു. തഥാപി തേ തസ്കരാഹ തം വിവസ്ത്രീകൃത്യ ശസ്ത്രൈഹി വിദീര്യ ധനം അപഹൃത്യ മൃതകൽപ്പം പരിത്യക്തവന്തഃ. പക്ഷേ അവൻ നിലവിളിച്ച് കരഞ്ഞിട്ടും കള്ളന്മാരെന്ത് ചെയ്തില്ല? അവനെ വെറുതെ വിട്ടില്ല. അവരെ കള്ളന്മാരെന്ത് ചെയ്തു? അവൻ്റെ വസ്ത്രം മുഴുവൻ പറിച്ചെടുത്ത് ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ച് അവൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ കവർന്നെടുത്ത് മരിച്ചവനെ പോലെ അവനവിടെ ഉപേക്ഷിച്ചിട്ട് പോയി. കള്ളന്മാർ അവരുടെ ചെയ്യേണ്ട അവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്തിട്ട് പോയി. അല്പഃ സമയഃ അതീതഃ. കുറച്ച് സമയം കഴിഞ്ഞു. കശ്ചിത് പുരോഹിതഃ പൂജാനന്തരം ദേവാലയതഃ സ്വഗൃഹം ഗന്തും തേന മാർഗേണ ആഗതഃ. ഒരു പുരോഹിതൻ ആരാധനയും ഒക്കെ കഴിഞ്ഞിട്ട് ദേവാലയത്തിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വേണ്ടി അതുവഴി വന്നു. മാർഗപാർശ്വേ ശയാനം രക്തരൂഷിതം ദീനം തം പശ്യന്നപി നിജാനനം വിമുഖീകൃത്യ സഹ പുരോഹിതഃ അപരപാർശ്വേണ അഗച്ഛത്. അപ്പോൾ നമ്മുടെ പുരോഹിതൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ, പുരോഹിതൻ എന്ന് പറഞ്ഞാൽ പ്രീസ്റ്റ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഈ ഒരു രക്തരൂഷിതമായി കിടക്കുന്ന ഈ ഒരു നമ്മുടെ വഴിയാത്രക്കാരനെ കണ്ടു. നമ്മുടെ കള്ളന്മാർ ഉപദ്രവിച്ച് തുണിയൊക്കെ പറിച്ചെടുത്ത് പോയി ഇട്ടിട്ടുള്ള ആ ഒരു ചങ്ങാതിനെ അവിടെ കിടന്ന് കരയുന്ന ആ ചങ്ങാതിനെ കണ്ടു. അയാൾ ചത്തിട്ടൊന്നുമില്ല കേട്ടോ. അവനെ കണ്ടിട്ട് ഈ പ്രീസ്റ്റ് എന്ത് ചെയ്തു? മുഖം തിരിച്ച് വേറൊരു വഴിയിലെ കൂടെ നടന്നു പോയി. അയാളെ ഹെൽപ്പ് ചെയ്തില്ല. അനന്തരം കശ്ചിത്
ലേവിയ ഗോത്രജഹ ധനികഹ തേന മാർഗേണ സമാഗത. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വേറൊരു ലേവിയ ഗോത്രത്തിൽപ്പെട്ട ഒരു വലിയ പൈസക്കാരൻ അതുവഴി വന്നു. സോപി തം വിദീർണ യൂതാപുരുഷം വീക്ഷ്യ നിഷ്കരുണം അപരപാർശ്വേണ അധാവത്. അയാളും ഇവനെ കണ്ടിട്ട് നിഷ്കരുണം, ഒരു സിമ്പതിയും ഇല്ലാതെ, കാരണം ഇവർ വേറെ ഗോത്രം അല്ലേ, ഒരാൾ യൂതാ ഗോത്രനായിട്ടുള്ള ഒരാളാണ്, യൂതാ ആണ്, ജൂതനാണ്. അപ്പോൾ ഇവരൊക്കെ പരസ്പരം രണ്ട് ടൈപ്പ് ഗോത്രങ്ങളാണ്, എപ്പോഴും അടിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനും ഈ പണക്കാരനും ഇവനെ കണ്ടിട്ട് ഹെൽപ്പ് ചെയ്യാതെ മുമ്പോട്ട് പോയി. കുറച്ച് സമയം കഴിഞ്ഞു ഒരു പുരോഹിതൻ ദേവാലയത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ അതുവഴി വന്നു. വഴിയരികിൽ കിടക്കുന്ന രക്തത്തിൽ മുക്കപ്പെട്ട ആ ദുഃഖിതനെ കണ്ടിട്ടും പുരോഹിതൻ മുഖം തിരിച്ചു മറ്റേ വശത്തോട് നടന്നുപോയി. പിന്നീട് ലേവി ഗോത്രത്തിൽപ്പെട്ട ഒരു ധനികനും ആ വഴിയിലൂടെ വന്നു. അവനും പരിക്കേറ്റ യുവാവിനെ കണ്ടിട്ടും കരുണയില്ലാതെ മറ്റേ വശത്തേക്ക് പോയി. ഇതാണ് പുരോഹിതൻ, ഇതാണ് കിടക്കുന്ന ആള്. തതഃ അപ്പോൾ കശ്ചിത് സമരിയാദേശിക തത്രാഗത. അപ്പോൾ സമാരിയ എന്ന് പറയുന്ന സമേരിയ എന്നൊക്കെ പറയുന്ന സമാരിയ ദേശക്കാരനായ ഒരാൾ അങ്ങോട്ട് വന്നു. അതൊരു സ്ഥലത്തിൻ്റെ പേരാണ് സമാരിയ. കരുണാമയ സഹ താം ദൃഷ്ട്വ അനുകമ്പയ ഉപഗമ്യ ഭേഷജ തൈലൈ ക്ഷതം ബബന്ധ. അവനെന്ത് ചെയ്തു? കരുണയുള്ളവനായിരുന്നു ഈ സമേരിയ ദേശക്കാരൻ എന്ത് ചെയ്തു? ആ മനുഷ്യനെ കണ്ടപ്പോൾ ദയയോടെ അവൻ്റെ അടുത്ത് പോയിട്ട് മരുന്നും എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ട് മുറിവുകൾ കെട്ടിവെച്ചു. ക്ഷതം എന്ന് പറഞ്ഞാൽ മുറിവ്, ഭേഷജ തൈലം എന്ന് പറഞ്ഞാൽ മരുന്നും എണ്ണയും. അനന്തരം നിജവാഹനം ആരോപ്യ തം പാന്തശാലാം അനയത്. എന്നിട്ട് അവൻ സ്വന്തം വാഹനത്തിൽ അവനെ കയറ്റിയിട്ട് ഒരു വഴിയാത്രക്കാരുടെ ഒരു സത്രമുണ്ട്, ഒരു ഹോട്ടൽ പോലത്തെ ഒരു സ്ഥലമുണ്ട്. ആ വഴി അമ്പലത്തിലേക്ക് ആ പാവപ്പെട്ട ആ ചങ്ങാതിയെ, കള്ളന്മാർ ഉപദ്രവിച്ച ആ ചങ്ങാതിയെ കൊണ്ട് ചെന്നാക്കി. ഏവം ദൃഷ്ടാന്തമുക്ത യേശുദേവ നിയമനിപുണം ഏവം അപൃച്ഛത്. അപ്പോൾ ഈ സ്റ്റോറി മൊത്തം പറഞ്ഞിട്ട് നമ്മുടെ യേശുദേവൻ ആ നിയമനിപുണനായ, നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന ആ ചങ്ങാതിയോട് ചോദിച്ചു, ഏതേഷു കഹ തസ്യ നികടസ്ഥ. ഇതിൽ ആരാണ് നിൻ്റെ അടുത്തുള്ളവൻ, ആരാണ് നിൻ്റെ അയൽവാസി? ഇതി യഹ തസ്മിൻ ദയാം അകരോത് സഹ ഇതി നിയമനിപുണ പ്രത്യുത്തരം അവതച്ച. അപ്പോൾ എന്താണ് മറുപടി പറഞ്ഞത്? ആരാണോ ദയയുള്ളവൻ, അവനോട് ദയ കാണിച്ചത് ആരാണ്? അവനാണ് എൻ്റെ അയൽവാസി. അപ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ ചുറ്റുമുള്ളവൻ ദയയുള്ളവനാണുമ്പോൾ അവൻ നമ്മളുടെ സ്വന്തം അയൽവാസിയാണ് എന്നാണ് പറയുന്നത്. പദച്ഛേദ പരിവേഷ്ടിതോ ഭവത് പരിവേഷ്ടിത ഭവത് പശ്യന്നപി പശ്യൻ കുട്ടണാപി അവതച്ഛ അവതത് കുട്ടണം ച. അപ്പോൾ ദയയുടെ പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. വിഗ്രഹ നോക്കിക്കോ, നികടസ്ഥ നികടേ തിഷ്ഠതി യഹ. അടുത്ത് നിൽക്കുന്നവനാണ് നികടസ്ഥവൻ. ആരാണ് നമ്മോട് ചേർന്ന് നിൽക്കുന്നത്? നമ്മുടെ അടുത്തുള്ളവൻ. കാര്യചോദിത, കാര്യേണ ചോദിത, ആവശ്യത്താൽ പ്രേരിതനായവൻ, ഒരാവശ്യത്തിന് വേണ്ടി പോകുന്നവൻ. ദുർഗമം, പോകാൻ വളരെ കഷ്ടപ്പാടുള്ള. ദുഃഖേന ഗന്തും യോഗ്യം, പോകാൻ പ്രയാസമുള്ളത്. നിജാനനം, നിജം ആനനം, സ്വന്തം മുഖം. ആനനം എന്ന് പറഞ്ഞാൽ മുഖമാണ്. ഗജാനനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആനയുടെ മുഖമാണ്. നമ്മൾ ഗണപതിയെ ഗജാനനം ഭൂതഗണാതിസേവിതം എന്നൊക്കെ പറയും. കരുണയാ അഭാവ യസ്മിൻ നിഷ്കരുണം. കരുണയുടെ അഭാവമുള്ളത് നിഷ്കരുണം എന്ന് പറഞ്ഞാൽ കരുണ ഇല്ലാത്തത്. നിയമനിപുണം എന്ന് പറയുമ്പോൾ നിയമേ നിപുണ തം, ആർക്കാണോ നിയമത്തിൽ പ്രാവീണ്യമുള്ളത്. ലേവിയ ഗോത്രജഹ, ലേവിയെ ഗോത്രേ ജാതഃ, ലേവി ഗോത്രത്തിൽ ജനിച്ചവൻ. സമരിയ ദേശിക, സമരിയ ദേശീയ ഭവ, സമരിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നുള്ള ആൾ. ഭേഷജ തൈലേഹി ഭേഷജൈഹി തൈലേഹി ച, മരുന്നുകളും എണ്ണയും കൊണ്ട്. നിജവാഹനം, നിജം വാഹനം, സ്വന്തം വാഹനം. പാന്തശാലാം പതി സാധു പതിക തസ്യ ശാല താം. അപ്പോൾ വഴിയാത്രക്കാരുടെ സത്രം, വഴിയാത്രക്കാർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം, അതാണ് പാന്തശാല, വഴിയമ്പലം എന്നൊക്കെ പറയും. കഥാസ്തംഭം ക്രമീകരോതുമാണ് ഒന്നാമത്തെ പഠന പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നതാണ് ഈ കഥാസ്തംഭം. അപ്പോൾ കഥ മനസ്സിലായി കഴിഞ്ഞ് നമുക്ക് കഥാസ്തംഭം ക്രമീകരിക്കാം. ഇതിലിപ്പം സമരിയ ഗോത്രജഹ ദീനം തം മാനുഷം ദയാസമേതം അസവേത, അത് അല്ലല്ലോ, അത് ലാസ്റ്റ് ഉള്ളതാണ്.
പുരോഹിതഃ നിജാനനം വിമുഖീകൃത്യ ആഗച്ഛത്, അതതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കും. നിയമനിപുണഃ യേശുദേവം സന്ദേഹം അപൃച്ഛത്, അത് ആദ്യമുള്ളതാണ്. യഹ തസ്മിൻ ദയാം അകരോത് സഹ ഏവ തസ്യ നികടസ്ഥ, അത് ലാസ്റ്റ് ഉള്ളതാണ്. 1 2 3 4 5 6 6 ഉള്ളത് അല്ലേ. മധ്യേ മാർഗം തസ്കരൈഹി പരിവേഷിതോഭവത്, അത് ആദ്യമുള്ളതാണ്. കശ്ചിത് മാനുഷഃ യെരുശലേം നഗരിതഃ യെരീഹു നഗരം പ്രതി പ്രസ്ഥിതവാൻ, അതുമുണ്ട് ആദ്യം. അപ്പോൾ ഫസ്റ്റ് ചോദ്യം ചോദിച്ചു എന്നുള്ളത് തുടങ്ങാം അല്ലേ. അപ്പോൾ നിയമനിപുണഃ യേശുദേവം സന്ദേഹം അപൃച്ഛത് ഒന്നാമത്. അപ്പോൾ ആ സന്ദേഹത്തിന് മറുപടി ആയിട്ടാണ് കഥ പറയുന്നത്. അപ്പോൾ കഥ തുടങ്ങുമ്പോൾ ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരീഹുവിൽ പോയി എന്നാണ് യേശുദേവൻ കഥ തുടങ്ങുന്നത്. അപ്പോൾ ഇത് രണ്ടാമത്തെ വരും. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് കള്ളന്മാർ വന്നു വഴിയിൽ അവനെ മോഷ്ടിച്ചു എന്നുള്ളത് മൂന്നാമത് വരും. പിന്നെ പുരോഹിതൻ വന്നു തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് നാലാമത് വരും. സമരിയ ഗോത്രജൻ വന്ന് തിരിഞ്ഞു നോക്കി ദയയോടെ അവനെ ഹെൽപ്പ് ചെയ്തു എന്നുള്ളത് അഞ്ചാമത് വരും. യഹ തസ്മിൻ ദയാം അകരോത് സഹ ഏവ തസ്യ നികടസ്ഥ, അവനെ ഹെൽപ്പ് ചെയ്തവൻ അവനോട് ദയുള്ളവനാണ്, എൻ്റെ അടുത്തുള്ളവൻ, എൻ്റെ ഫ്രണ്ട് എന്നൊരർത്ഥം, അത് ആറാമത് വരും. അപ്പോൾ 1 2 3 4 5 6 അതാണ് അതിൻ്റെ ഓർഡർ. ആണോ? നിങ്ങൾ കമൻറ്റ് ചെയ്തേ. മാഷ് പറഞ്ഞത് തെറ്റാണ് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളതെന്ന് അറിയണ്ടേ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെ അത് കണ്ടുപിടിച്ച് ഞാൻ എഴുതിയത് ശരിയാണെങ്കിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. മാഷ് പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ നോ എന്ന് കമൻറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആൻസർ ഇടുക കേട്ടോ. മാഷ് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റൊക്കെ വരുവേ. നെക്സ്റ്റ്, പാഠഭാഗം പഠിത്വ ത്വാന്ത ലബന്ധ തുമുന്നന്തരൂപാണി വിവേചയതു. ത്വാന്തം ശ്രുത്വാ, ത്വാ അത് അവസാനിക്കുന്നതാണ് ത്വാന്തം. ലബന്ധം അവലംബ്യ ലബന്ധം. തുമുന്നന്തം ഗന്തും തും തുമുന്നന്തം. എൻഡിങ്ങിൽ വരുന്ന സൗണ്ടിൻ്റെ കാരണങ്ങളാണ്. ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നിങ്ങൾക്കത് ഹോംവർക്കാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഏതൊക്കെ വാക്കുകളാണ് അതിനകത്ത് പെടുക എന്നുള്ളത് ചെയ്തു വെക്കുക. അതുപോലെ അതുപോലെ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് നോക്കി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, അത് ചെയ്യാം. പിന്നെ ഇത് അനുബന്ധ കൊടുത്തിട്ടുണ്ട്. ദ്വാദശ ഗോത്രാണി തദാനീന്തനകാലേ ഇസ്രായേൽ ദേശേ ദ്വാദശ ഗോത്രാണി ആസൻ തേഷാം നാമാനി അത്ര ദീയന്തെ. പണ്ട് ഇസ്രായേൽ ദേശത്ത് 12 ഗോത്രങ്ങളാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 12 ഗോത്രങ്ങൾ. അപ്പോൾ അവരുടെ പേരുകൾ ഏതൊക്കെയാണ്? റൂബേൻ, സിമിയോൻ, ലേവി, ജൂദ, ഡാൻ, നപ്താലി, ഗാഡ്, ആശർ, ഇസാചാർ, സെബുലുൻ, ജോസഫ്, ബെഞ്ചമിൻ. ഏതേഷു ഗോത്രേഷു അധികാനി പരസ്പരം കലഹായമാനാനി ആസന. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ 12 കോശങ്ങളിൽ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്. തേ ഗോത്രജാഹ മിതഃ ഭാഷണം വാ സഹായതാം വാ ന അകുർവൻ. ഈ ഗോത്രങ്ങൾ തമ്മിൽ പരസ്പരം സഹായിക്കുകയോ സംസാരിക്കുകയോ പോലും ചെയ്യുമായിരുന്നില്ല. തസ്മിൻ അവസരേ ഏവ യേശുദേവ ദൃഷ്ടാന്തരൂപേണ പാഠഭാഗസ്ഥാം ഘടന പ്രാസ്താവുത്. അപ്പോൾ അങ്ങനെ പരസ്പരം അടികൂടിയ പല ഗോത്രങ്ങളെ ഒരുമിപ്പിക്കാനാണ് ഇദ്ദേഹം ഈ ഒരു കഥയൊക്കെ പറഞ്ഞത്. ഗോത്രാതീത പരസ്പര സ്നേഹ സാമൂഹ്യ അനിവാര്യ. ഗോത്രത്തിന് അതീതമായിട്ടുള്ള പരസ്പര സ്നേഹം സൊസൈറ്റിയിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. യഥാകാലം യഹ സഹായഹസ്തം ദദാതി സ ഏവ നികടസ്ഥ. അപ്പോൾ നമ്മളുടെ അരികിലുള്ളവൻ, നമ്മുടെ നികടസ്ഥൻ ആരാണ്, നമ്മുടെ അയൽവാസി ആരാണ്, നമ്മുടെ കൂടെയുള്ളവൻ ആരാണ്, എപ്പോൾ ആവശ്യം വരുന്നു അപ്പോൾ നമുക്കൊരു സഹായഹസ്തം നീട്ടുന്നവനാണ് നികടസ്ഥൻ. ഇതി ജനാൻ ബോധയതി സ്മ യേശുദേവ. ഇങ്ങനെ ജനങ്ങളെ യേശുദേവൻ ബോധിപ്പിക്കുന്നു. സ ഏവ ഭവതി അസ്യാഹ കഥായ സന്ദേശ. നമ്മുടെ കഥയുടെ സന്ദേശം അതാണ്. പിന്നെ ധാതുരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, വായിക്കുക. നാമരൂപങ്ങൾ കൊടുത്തിട്ടുണ്ട്, വ്യാകരണ വിശേഷങ്ങൾ, കോശാർത്ഥം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു ചാപ്റ്ററിലുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, തരാം.